സ്നേഹമേ നീ വരുമ്പോൾ എൻ മാനസത്തിൽ സ്നേഹപൂർവം ഞാനിന്നൊരുക്കാം ഹൃദയം നിറയെ പൂമണ്ഡപം തെളിയും പ്രഭതം ദീപകം ദിവ്യസ്നേഹമേ തിരുപൂജ്യമാ നിറയണമേ ദിവ്യകാരുണ്യമേ തിരുജീവനാ പടരണമേ സ്നേഹമേ ദിവ്യസ്നേഹമേ നിത്യജീവനായി വാഴണേ ദീപമേ സത്യദീപമേ ദിവ്യശോഭയായി എന്നിൽ നിറയണേ. നാഥാ യേശുനാഥാ ഈരയാം ഞാൻ കാത്തുനിൽപ്പൂ. നാഥാ യേശുനാഥാ ഈഴയാം ഞാൻ കാത്തുനിൽപ്പൂ. ഇതുവരെ ഞാൻ നീങ്ങി പാപവഴിയിൽ തിരുവചനമതറിയാനേറെ ദൂരെ നേടി വന്നു എന്നെ നീ ദിവ്യസ്നേഹമേ തിരുപൂജ്യമാ നിറയണമേ ദിവ്യകാരുണ്യമേ തിരുജീവനാ പടരണമേ.
മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. മനസ്സൊരു സക്രാരിയാ ഓർക്കുകയാണിവിടെ, മനുഷ്യപുത്രൻ തൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ, ഓർക്കുകയാണിവിടെ. ഈശോ സ്വയം ഭോജ്യമാ, ഈശോ സ്വയം ഭോജ്യമാ, ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും നീവേദി, ഉയരത്തെയും ആഴത്തെയും ഒരുപോലെ ചേർക്കും ഈ വേദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴിപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്കറിയാം, അന്ത്യത്താഴ സമയത്ത് ഈശോനാഥൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അവൻ കാല് കഴുകിയതിന് ശേഷമാണ് അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തത്, അല്ലേ? അപ്പം മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തത് ഇതൊരു പ്രതീകമാണ്. ഒരു ബലി തുടങ്ങുന്നതിന് മുമ്പേ അവൻ അവരുടെ കാലുകൾ കഴുകിയതിന് ശേഷം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇതാണ്: അവർ നടന്നുപോയ വഴികളിലെ എല്ലാ പൊടിയും അഴുക്കും കഴുകിക്കളഞ്ഞതിന് ശേഷമാണ് ആ പവിത്രമായ ബലിയിലേക്ക് അവരെ സ്വീകരിച്ചത്. നമ്മൾ ഈ പരിശുദ്ധ ബലിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളുടെ എല്ലാ പാപങ്ങളും ഒന്ന് കഴുകി വെടിപ്പാക്കണേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവർ നടന്ന വഴിയിലെ അഴുക്കുകൾ നിറഞ്ഞ കാൽപാദം കഴുകിയതിൻ്റെ അർത്ഥം അവരുടെ പാപം അവർ കഴുകിക്കളഞ്ഞു എന്ന് തന്നെയാണ്. അപ്പോൾ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ പാപത്തിൻ്റെ കറകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണേ. എൻ്റെ കുടുംബത്തിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള പാപക്കറകളുണ്ടെങ്കിൽ അവയിൽ നിന്നെല്ലാം മോചിപ്പിക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. അനുതാപ കർമ്മത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരീ സഹോദരന്മാരെ, ദൈവം നമ്മെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുകയാൽ യഥാർത്ഥമായ അനുതാപത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് അവിടുത്തോട് യാചിക്കാം. കർത്താവെ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. അങ്ങയോട് ഏറ്റുപറയുന്നവരുടെ പാപങ്ങൾ പൊറുക്കുകയും അങ്ങേ കരുണാർദ്ര സ്നേഹത്തിൽ അങ്ങേ പാപമോചനവും ശാന്തിയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. പൊതു പാപമോചനം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കുകയും അവയിൽ നിന്ന് പിന്തിരിയുവാൻ നിശ്ചയിക്കുകയും പാപം മൂലമുണ്ടാകുന്ന ഉതപ്പിനും നഷ്ടങ്ങൾക്കും പരിഹാരം ചെയ്യാനും അനുകൂലമായ സമയത്ത് വ്യക്തിപരമായ പാപസങ്കീർത്തനം വഴി ഇപ്പോൾ കുമ്പസാരിക്കാത്ത ഗൗരവ പാപങ്ങൾ ഏറ്റുപറയാൻ തീരുമാനിക്കുകയും വേണം. പ്രായശ്ചിത്തമായി എല്ലാവരും ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയിൽ പാപമോചനം നിയോഗമായി വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.
കൗദാശിക പാപമോചനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി മുട്ടുകുത്തി നിന്നുകൊണ്ട് തങ്ങൾ പാപികളാണെന്ന് അംഗീകരിച്ച് പ്രഖ്യാപിക്കുക. മൗനമായി നമ്മുടെ പാപങ്ങൾ ഒന്ന് ഏറ്റുപറയാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവം പാപികളുടെ മരണം ആഗ്രഹിക്കുന്നില്ല, പ്രത്യുത തന്നിലേക്ക് പിന്തിരിഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മെ ആദ്യം സ്നേഹിക്കുകയും തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അതിൻ്റെ രക്ഷയ്ക്കായി അയക്കുകയും ചെയ്തു. അവിടുന്ന് നിങ്ങളോട് തൻ്റെ കരുണാർദ്രമായ സ്നേഹം പ്രകടിപ്പിക്കുകയും നിങ്ങൾക്ക് സമാധാനം അരുളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി പുനരുദ്ധാനം ചെയ്യുകയും ചെയ്തു. അവിടുന്ന് തൻ്റെ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് അവർക്ക് പാപങ്ങൾ പൊറുക്കുവാനുള്ള അധികാരം നൽകി. എനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷയാൽ അവിടുന്ന് നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ പൂരിതരാക്കുകയും ചെയ്യട്ടെ. ആശ്വാസകനായ പരിശുദ്ധാത്മാവിനെ പാപികളുടെ മോചനത്തിനായി നമുക്ക് നൽകി. അവിടുന്ന് നാം പിതാവിനെ സമീപിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ പ്രകാശത്തിൻ്റെ ശോഭയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം തൻ്റെ പ്രഭാവമാർന്ന പ്രവർത്തികളെ പ്രഘോഷിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും തൻ്റെ മഹത്വം നിങ്ങളിൽ അണയിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മളുടെ ഇന്നത്തെ ഈ പരിശുദ്ധ ബലിയിൽ പ്രത്യേക നിയോഗം അർപ്പിക്കുന്നത് ലഹരി വിമുക്തിക്ക് വേണ്ടിയാണ്. നമ്മളുടെ ഇന്നത്തെ നിയോഗത്തിൽ നമ്മുടെ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ, ലഹരിയുടെ അടിമത്തത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഒന്ന് ഓർത്ത് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ പ്രത്യേക നിയോഗം പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയാണ്. സാംസൺ പൗലോസിന് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫിറ്റ്സ് വന്നിട്ട് ഇപ്പോൾ ഓർമ്മശക്തിയെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ കുഞ്ഞിനെ കൂടി പ്രത്യേകമായിട്ട് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിന്റെ ഉത്തമ മാതൃക ഞങ്ങൾക്ക് നൽകുവാൻ തിരുമനസ്സായ ദൈവമേ, കുടുംബ സുഹൃതങ്ങളിലും സ്നേഹശൃംഖലയിലും അവരെ പിഞ്ചെന്ന് അങ്ങേ ഭവനത്തിന്റെ സന്തോഷത്തിൽ നിത്യസമ്മാനം അനുഭവിക്കുവാൻ കരുണാപൂർവം ഇടയാക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ.
സെഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ധിക്കാരിയും മലിനയും മർദ്ദിക്കുന്നവളുമായ നഗരത്തിന് ദുരിതം. അവൾ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. അവൾ ശിക്ഷണത്തിന് വഴങ്ങുന്നില്ല. അവൾ കർത്താവിൽ ആശ്രയിക്കുന്നില്ല. തൻ്റെ ദൈവത്തിങ്കിലേക്ക് അവൾ തിരിയുന്നില്ല. കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കാനും ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങൾ ശുദ്ധീകരിക്കും. എത്യോപ്യയിലെ നദികൾക്കപ്പുറത്ത് നിന്ന് എൻ്റെ അപേക്ഷകർ, എൻ്റെ ജനത്തിൽ നിന്ന് ചിതറിപ്പോയവരുടെ പുത്രിമാർ എനിക്ക് കാഴ്ചകൾ കൊണ്ടുവരും. നീ എന്നെ ധിക്കരിച്ചു ചെയ്ത പ്രവൃത്തികൾ നിമിത്തം നിന്നെ ഞാൻ അന്ന് ലജ്ജിതനാക്കുകയില്ല. എന്തെന്നാൽ നിന്റെ മധ്യേ നിന്ന് വൻപ് പറയുന്ന അഹങ്കാരികളെ ഞാൻ നീക്കിക്കളയും. നീ എൻ്റെ വിശുദ്ധഗിരിയിൽ വച്ച് ഒരിക്കലും അഹങ്കരിക്കുകയില്ല. ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. ഇസ്രായേലിൽ അവശേഷിക്കുന്നവർ തിന്മ ചെയ്യുകയില്ല, വ്യാജം പറയുകയില്ല. അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല. അവർ സുഖമായി മേയുകയും വിശ്രമിക്കുകയും ചെയ്യും. ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എളിയവൻ നിലവിളിച്ചു, എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് കേട്ടു. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് കേട്ടു. അവിടത്തെ നോക്കിയവർ പ്രകാശിതരായി. അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എൻ്റെ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് കേട്ടു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് കേട്ടു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. കർത്താവ് തൻ്റെ ദാസരുടെ ജീവൻ രക്ഷിക്കുന്നു. അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് കേട്ടു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വേഗം വരണമേ, വൈകരുതേ. അങ്ങയുടെ ജനത്തിൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോട് കൂടെ. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും അരുൾ ചെയ്തു: നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മകനെ, പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക. ഞാൻ പോകാമെന്നവൻ പറഞ്ഞു, എങ്കിലും പോയില്ല. അവൻ 2ാമത്തെ മകൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അവനാകട്ടെ, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് മനസ്സ് മാറി അവൻ പോയി. ഈ 2 പേരിൽ ആരാണ്
പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത്. അവർ പറഞ്ഞു രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കാത്തവ നിമിത്തം അനുതപിച്ചില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയമുള്ളവർ, അല്പനേരം നമുക്കൊന്ന് ഇരിക്കാം. ക്രിസ്തുവിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വലിയ സന്തോഷം മാസ്ക് വെച്ചിട്ടും ശബ്ദം പുറത്തോട്ട് വന്നതിന്, അല്ലെ? ഉറക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അത്രയും കേൾക്കാൻ പറ്റിയത്. കുറച്ച് നാളുകൾ മുമ്പ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയറാണോ? ക്ലിയറാണ്. ഓക്കെ. പുറകിലിരിക്കുന്നവർക്ക് എനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഒരു പത്രവാർത്ത എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിയായിരുന്നു. പത്രവാർത്ത ഇതായിരുന്നു: ഒരു അപ്പൻ സ്വന്തം മകനെ വെള്ളത്തിൽ മുക്കിക്കൊന്നു എന്നായിരുന്നു. ഒരപ്പൻ സ്വന്തം മകനെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. എന്നിട്ട് അതിനേക്കാൾ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം, എന്തിനു വേണ്ടി ഇങ്ങനൊരു കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതാണ്. പറഞ്ഞത്, എഴുതപ്പെട്ടിരുന്ന കാരണം ഇതാണ്: അവൻ്റെ വിശപ്പ് അടക്കാൻ അപ്പന് കഴിഞ്ഞില്ല, അവൻ്റെ കരച്ചിൽ കാണാൻ അപ്പന് കഴിഞ്ഞില്ല, അവന് വേണ്ടത് മേടിച്ചു കൊടുക്കാനുള്ള വക അപ്പൻ്റെ കയ്യിലില്ലായിരുന്നു. അവസാനം ഗതികെട്ട് ഞാൻ ചെയ്തതാണ്. ഞാൻ പെട്ടെന്ന് ഈ ഒരു സംഭവം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതും ഈ വിശപ്പിനെ കുറിച്ചുള്ളൊരു ചിന്തയാണ്. വിശപ്പ്, നിങ്ങൾ വിചാരിക്കും തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ദിവസം അച്ഛൻ വന്നിട്ട് ഭക്ഷണവും വിശപ്പൊക്കെയാണല്ലോ ഈ പറയണേന്ന്. പറഞ്ഞു വരുന്നത് ഇതാണ്, പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ സുവിശേഷം വായിക്കുമ്പോൾ സുവിശേഷത്തിൽ വിശപ്പിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഭാഗം. വായിച്ചിട്ട് ഓരോന്ന് കൈവൊക്കെ. ഈശോ അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഭാഗം സുവിശേഷത്തിൽ എവിടെ വെച്ച് കേട്ടിട്ടുണ്ടെങ്കിലും വായിച്ചിട്ട് ഒന്ന് കൈവൊക്കെ. 5,000 പേർക്ക്. ഓക്കെ, വെരി ഗുഡ്. എന്നാണ് ഉണർന്നിരിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, 5,000 പേർക്ക് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ യേശു ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ടെന്നാണ് ഈശോ ചോദിച്ചത്. ഈശോ ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും അവിടെയും വിശപ്പാണ്. നമ്മുടെ ഈ സംഭവം നടന്നതുപോലെ അവിടെയും ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് വിശപ്പാണ്. ആ നിൽക്കുന്ന ജനക്കൂട്ടത്തിന് മുഴുവൻ വിശക്കുന്നുണ്ട്. ആ വിശപ്പിനുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് അവരുടെ കയ്യിലില്ല. പക്ഷേ കൂട്ടുകാരുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൈവശം എത്ര അപ്പം ഉണ്ടെന്നാണ് ചോദിക്കണേ. നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ: ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ 3 രീതിയിൽ അവൻ ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 3 രീതിയിൽ. ഒന്നാമത് അവൻ ഭക്ഷണം കഴിക്കുന്നത്, അവൻ മാതാപിതാക്കളെ ഭക്ഷിച്ച് ജീവിക്കുന്നു. രണ്ടാമത് അവൻ കഴിക്കുന്നത് ദൈവത്തെ ഭക്ഷിക്കുന്നു. മൂന്നാമത് അവൻ തന്നെ ഒരു ഭക്ഷണമായി മാറുന്നു. നമ്മൾ ചിന്തിക്കും, ഇതെന്താണ് ഈ അച്ഛൻ പറയണത്? ഒന്നവൻ മാതാപിതാക്കളെ ഭക്ഷിക്കുന്നു, പിന്നെ ദൈവത്തെ ഭക്ഷിക്കുന്നു, അവസാനം അവനൊരു ഭക്ഷണമായി മാറുന്നു. ഒന്നാമത് നമ്മൾ പറഞ്ഞത് മാതാപിതാക്കളെ ഭക്ഷിക്കുന്നു. നമുക്കറിയാം, നമുക്ക് ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അമ്മമാര് അല്ലെങ്കിൽ അവർ മക്കളോടൊക്കെ പറയും, മോളെ ഇങ്ങനെ സങ്കടം വരുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ അതിനോട് ശ്രദ്ധ കൊടുക്കണ്ട, നല്ല കാര്യങ്ങൾ കേൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈശോന്റെ പാട്ടൊക്കെ കേൾക്കുന്നൊക്കെ പറയും, അല്ലെ? കാരണം ഒരമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ പോഷകാഹാരങ്ങളും അല്ലെങ്കിൽ അമ്മയുടെ ശുദ്ധവായു മാത്രമല്ല ആ കൊച്ചു ലഭിക്കുന്നത്, മറിച്ച് അമ്മയുടെ ചിന്തകൾ, അമ്മയുടെ വികാരങ്ങൾ, അമ്മയുടെ സങ്കടം, അമ്മയുടെ സന്തോഷം, അമ്മയുടെ ആകുലതകൾ മുഴുവൻ ആ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഏറ്റവും വലിയ ഉദാഹരണം എന്നറിയാമോ? നമ്മുടെ സുവിശേഷത്തിൽ തന്നെ ഉണ്ട്. പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ കാണാൻ പോകുന്ന ഒരു ഭാഗമാണ്. എലിസബത്തിനെ കാണാൻ പോകുമ്പോഴത്തേക്കും എലിസബത്ത് കുഞ്ഞിനെയും ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. അപ്പോ എലിസബത്തിന് സന്തോഷം ഉണ്ടായി. ആ സന്തോഷം ആരിലാണ് പ്രകടമായത്? വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാണ്. ഉദരത്തിൽ കുഞ്ഞ് സന്തോഷത്താൽ കുതിച്ചു ചാടി എന്നാ പറയുന്നത്. അതായത് അമ്മയുടെ ഭക്ഷണം മാത്രമല്ല, അമ്മയുടെ ചിന്തകളും സന്തോഷങ്ങളും വികാരങ്ങളും മുഴുവൻ വയറ്റിൽ കിടക്കുന്ന ഒരു കുഞ്ഞിന് കിട്ടും. അതായത് അമ്മയെ ഭക്ഷിച്ചാണ് അവൻ ജീവിക്കുന്നത്, അമ്മയെ ഭക്ഷിക്കുന്നുണ്ടെന്നുള്ളതാ. രണ്ടാമത് അതിനകത്തോട് അമ്മയുടെ മാത്രമല്ല അപ്പന്റെയും സ്വഭാവം കിട്ടുന്നുണ്ട് മക്കൾക്ക്. നമ്മൾ ചിന്തിക്കും അപ്പൻ കുഴപ്പമില്ലല്ലോ, കാരണം അപ്പൻ വേറെ പുറത്ത് നിൽക്കുന്ന ഒരാളല്ലേ. അല്ല, അപ്പന്റെ സ്വഭാവം കിട്ടുന്നുണ്ട്. വീണ്ടും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ, നമ്മുടെ യോഹന്നാനെ കുറിച്ചുള്ളത് തന്നെ. ഈ യോഹന്നാൻ തന്നെ
യോഹന്നാൻ ജനിക്കുമെന്നുള്ളൊരു വാർത്ത ദൈവദൂതൻ വന്നിട്ട് സക്കറിയാരുടെ അടുത്ത് വന്ന് പറയുമ്പോൾ സംശയത്തോടെ നിൽക്കണേണ് ആദ്യം. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? മൂകനായി തീരുന്നു എന്നാ പറഞ്ഞത്. ആ ഒരു ദൈവവചനം കിട്ടിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ദൈവദൂതൻ വന്ന് വിശ്വസിക്കാതെ നിന്നുമെന്ന് ഒരു അടയാളമായിട്ട് കൊടുത്തത്, നീ അതായത് ഈ കുഞ്ഞ് ജനിക്കുന്നത് വരെ മൂകനായിരിക്കും. അവൻ പിന്നെ സംസാരിച്ചിട്ടില്ല, അപ്പം സംസാരിച്ചിട്ടില്ല. പിന്നീട് വചനഭാഗം പറയുന്നത് അമ്മ എലിസബത്ത് 5 മാസക്കാലം ഒരു മുറിയിൽ അടച്ചിരുന്നു, ഈ നിറവയറുമായിട്ട് മുറിയിൽ ആരോടും മിണ്ടാതെ ഇരുന്നു എന്നുള്ളത്. അതായത് അപ്പൻ സംസാരിക്കണില്ല, അമ്മ ആരോടും മിണ്ടണില്ല, ഈ രണ്ടൊരവസ്ഥയിൽ നിൽക്കുന്നു. പിന്നീട് നമുക്ക് അറിയാം, യോഹന്നാൻ ജനിച്ചു കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ എവിടേക്കാ പോയത്? അവൻ മരുഭൂമിയിലേക്കാണ് പോയത്. അതായത് ആരും സംസാരിക്കാത്ത ഒരു സ്ഥലത്തേക്ക്. അപ്പനും സംസാരിച്ചിട്ടില്ല, അമ്മയും സംസാരിച്ചിട്ടില്ല. മകൻ എങ്ങാടാ പോയത്? ആരും സംസാരിക്കാത്ത മരുഭൂമിയിലേക്കാണ് പോയത്. അതാണ് ആദ്യം നമ്മൾ മാതാപിതാക്കളെ ഭക്ഷിച്ച് ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ ഭക്ഷിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഹിറ്റ്ലറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രൂരനായിട്ടുള്ളവൻ, എല്ലാവരെയും കൊന്നൊടുക്കുന്നവൻ. പക്ഷെ അവൻ എങ്ങനെ അങ്ങനെയായി തീർന്നു എന്നുള്ളതാണ്. അവനെ ചെറുപ്പത്തിൽ നോക്കിയിരുന്നത് ഭ്രാന്തിയായ ഒരു അമ്മായിയാണ്. അവളുടെ ക്രൂരതകൾ ഏറ്റാണ് ഇവൻ വളരുന്നത്. അപ്പനാണെങ്കിൽ ഇവനെ തൂണി കെട്ടിയിട്ടടിക്കും. ഇങ്ങനെയുള്ള ഒരുവൻ വലുതായി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? ഈ എന്താ പറയുക, ഈ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവർ, അല്ലെങ്കിൽ സംസാരിക്കാത്തവർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ഇങ്ങനെ കുറവുകളുള്ളവരെയൊക്കെ അവൻ കൊന്നുകളഞ്ഞു. അവൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായി മാറിയെന്നാണ്. നമ്മുടെ സുവിശേഷത്തിൽ പറയാമെന്നില്ലേ, നിങ്ങളിൽ ആരാണ് മക്കൾ വന്ന് അപ്പൻ്റെ അടുത്ത് ആരാണ് അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ കല്ലെടുത്ത് കൊടുക്കുന്നത്, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്നത്? ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ളവർക്ക് നിങ്ങൾ നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് കല്ലാണ്. നിങ്ങൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് മീന് പകരം പാമ്പിനെയാണ്. അതായത് ഈ അപ്പം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള സ്നേഹം, കരുതല്, അതൊക്കെയാണ്. അല്ലാതെ അവിടെ ഭക്ഷണത്തിനല്ല എടുക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ. ഹിറ്റ്ലറിനെ കുറിച്ച് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് നമ്മൾ ഗാന്ധിജിനെ കുറിച്ച് പറയണം. ഗാന്ധിജി ഇതുപോലെ ചെറുപ്പത്തിലുള്ള ഒരുമാനപ്പെട്ട എല്ലാ തെറ്റുകളൊക്കെ ചെയ്തതിന് ശേഷം മാപ്പപേക്ഷിച്ച് പിതാവിന്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. പിതാവിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ പറയാനായിട്ട് പേടിയായിട്ട് ഒരു പേപ്പറിൽ അവനെ തെറ്റുകൾ എഴുതി, അവന്റെ കുറവുകളൊക്കെ എല്ലാം എഴുതി വെച്ചിട്ട് പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പിതാവ് എന്താ ചെയ്തത്? വായിച്ചതിന് ശേഷം നിറ കണ്ണുകളോട് അവനിങ്ങനെ ചേർത്ത് പിടിച്ചു എന്നാ പറയണം. ആ സ്നേഹം അനുഭവിച്ച ഗാന്ധിജിനെ പിന്നെ നമുക്കറിയാം, അവനെ ആര് വേദനിപ്പിച്ചാലും അവൻ തിരിച്ച് വേദനിപ്പിക്കാൻ പോയിട്ടില്ല. അവന് കിട്ടിയ അപ്പം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അപ്പമാണ്. അവിടെ കല്ലല്ല അവന് കിട്ടിയത്. അപ്പൊ ഓർക്കുക, ഒന്നാമത് മനുഷ്യൻ ഭക്ഷിക്കുന്നത് മാതാപിതാക്കളെ, തൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തമായിട്ടുള്ളവരെ ഭക്ഷിച്ചാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ ഭക്ഷിക്കേണ്ടത് ദൈവത്തെ കൂടിയാണ്. അതിന് പറയാൻ കാര്യം ഇത്രേ ഉള്ളൂ. ഈ അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് ഈ ശിഷ്യന്മാരുടെ തന്റെ ബലഹീനത പറയുന്നത് ഇപ്രകാരമാണ്: ഈ മരുഭൂമിയിൽ നിൽക്കുന്നവർക്ക് മുഴുവൻ കൊടുക്കാനുള്ള അപ്പം ഞങ്ങളുടെ കൈവശമില്ല. അപ്പം ഉണ്ട്, പക്ഷെ ഈ കാണുന്നവർക്ക് മുഴുവൻ കൊടുക്കാനുള്ള അപ്പം ഞങ്ങളുടെ കയ്യിലില്ല. ഒരു ബലഹീനത പറയുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കുടുംബത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, പഠനം കൊടുക്കാൻ പറ്റും, സ്നേഹം കൊടുത്തോ, എന്ത് വേണമെങ്കിലും, ബൂസ്റ്റ്, ബോൺവിറ്റ എല്ലാം കൊടുത്ത് വലുതാക്കി വളർത്തിക്കോ, പഠനം കൊടുത്ത് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടത് പൂർണ്ണമായിട്ടും കൊടുക്കാൻ ആർക്കേ പറ്റുള്ളൂ? അത് ദൈവത്തിനെ പറ്റുള്ളൂ. അതാണ് അത് പറയുന്നത്. ദൈവത്തെ ഭക്ഷിക്കാനായിട്ട് കൊടുക്കണം. ഒരു കഥ ഇങ്ങനെയാണ്, ചെറിയൊരു സംഭവം. അതായത് ഒരു ഗുരു ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് ഗുരുവിന്റെ അടുത്ത് കൊണ്ട്, ഇവനെ നീ നോക്കിക്കോളണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഗുരു പറയുന്നു, ഞാനാണോ നോക്കേണ്ടത് നിന്റെ മകനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അമ്മ പറയുന്നത് ഇതാണ്: ശാരീരിക ഭക്ഷണം കൊടുക്കാൻ എനിക്ക് കഴിയുള്ളൂ, പക്ഷെ ആത്മീയ ഭക്ഷണം കൊടുക്കാൻ, ഇവന്റെ ആത്മാവിനുള്ള ഭക്ഷണം കൊടുക്കാൻ നിനക്കേ സാധിക്കുള്ളൂ. പ്രിയമുള്ളവരെ, ഓർക്കുക, എന്തൊക്കെ കൊടുത്താലും ദൈവത്തെ കൊടുക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ ഒരു ഗുണമില്ല എന്നുള്ളതാണ്. അതാണ് ദൈവത്തെ ഭക്ഷിക്കണം. രണ്ടാമത്, അവൻ ദൈവത്തെ ഭക്ഷിച്ചാണ് ജീവിക്കേണ്ടത്. മൂന്നാമത്, അവൻ തന്നെ ഒരു ഭക്ഷണമായി, ഞാൻ തന്നെ ഒരു ഭക്ഷണമായി മാറുന്നു. അതായത് ഇത്രയും കാലം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം നേടി, എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ ദൈവത്തിൽ നിന്നും ഞാൻ സ്നേഹം അനുഭവിച്ചു. ഇനി ഞാൻ ആ സ്നേഹം ആർക്ക് കൊടുക്കണം? മറ്റുള്ളവർക്ക് കൊടുക്കണം. ഞാൻ തന്നെ ഒരു അപ്പമായി മാറണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത്. തിരുക്കുടുംബത്തിന്റെ തിരുനാളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഈശോ നിങ്ങളോടും ചോദിക്കും, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? നിങ്ങളുടെ കൈവശം എന്തുമാത്രം സ്നേഹമുണ്ട്, കരുതലുണ്ട്, നിങ്ങളുടെ സ്വഭാവം എന്താ? അത് തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. ഈശോനെ ഒന്ന് എടുത്തു നോക്കിയേ.
ഈശോനെ ലഭിച്ചിട്ടുള്ള ഈശോ പാപിനിയായ സ്ത്രീയെ ഈശോന്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട് കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട്. ആ സമയത്ത് ഈശോ അവളിൽ കാണുന്നത് ഒരുപക്ഷെ പരിശുദ്ധ കന്യകാമറിയത്തെ തന്നെയായിരിക്കണം, വേറെ ഒന്നും കൊണ്ടല്ല. കുറെ നാളുകൾക്ക് മുമ്പ് അമ്മയ്ക്ക് ഈ ഗതികേട് വന്നതാണ്, പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഒരു ഗതികേട് വന്നതാണ്. അന്ന് നീതിമാനന്റെ ഔസേപ്പിതാവ് അവളെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ആളുകൾ കല്ലെറിഞ്ഞു കൊന്നേനെ. അതിനു പകരം ഇവിടെ യേശു എന്ത് ചെയ്തു? അവളോട് ക്ഷമിച്ചു കളഞ്ഞു, അവളോട് ക്ഷമിച്ചു എന്നുള്ളതാണ്. മാതാപിതാക്കളിൽ നിന്നും കിട്ടിയൊരു ഗുണം ഈശോ അവിടെ പ്രകടമാണ്. പ്രിയമുള്ളവരെ, ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പല ആവർത്തി പാടുന്നതും ചൊല്ലുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. അതിൽ നമ്മൾ പറയുന്നവരല്ലേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ എന്ന്. അത് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടാണോ? ഭക്ഷണത്തിന്റെ കുറവല്ല അവിടെ. നമുക്ക് കിട്ടേണ്ട അന്നന്ന് വേണ്ടുന്ന ആഹാരം, അന്നന്ന് വേണ്ട ഓരോ ദിവസവും ഞാൻ ചെയ്യേണ്ട നന്മകൾ, ഓരോ ദിവസവും ഞാൻ ചെയ്യേണ്ട സ്നേഹം, കരുതൽ, ക്ഷമ, നന്മയുടെ പുണ്യങ്ങൾ എന്നിൽ എന്നും വളർത്തണേ എന്നുള്ളതാണ് പ്രാർത്ഥന. ഈശോനോട് തന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചോദിക്കാം. കാരണം ദൈവത്തിന്റെ നെഞ്ചിൽ ചുട്ടെടുത്ത അപ്പമാണ് ക്രിസ്തുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിന്റെ അപ്പത്തിന്റെ കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് എടുത്തു മാറ്റണേ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബം പോലൊരു കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ സമയമാണിപ്പോൾ. നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ അഭിലാഷങ്ങളും പ്രാർത്ഥനകളും ദൈവപിതാവിന്റെ മുമ്പിൽ ഏറെ വിശ്വാസത്തോടുകൂടെ നമുക്ക് സമർപ്പിക്കാം. ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഭക്തിയോടെ, വിശ്വാസത്തോടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് പ്രതികരിക്കാം. സ്നേഹപിതാവേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ജീവിതയാത്രയിൽ എന്നും അങ്ങേ മാത്രം സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാനും അതുവഴി ധാരാളം മക്കളെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാനും അവരുടെ ജീവിതം മാതൃകയാകട്ടെ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ ദൈവമേ, തിരുക്കുടുംബത്തിൻ്റെ നവനാളിൻ്റെ 2ാം ദിനമായ ഇന്നേ ദിവസം ഞങ്ങൾക്കായി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട മനോജ് മരോട്ടിക്കൽ അച്ഛനെയും ഞങ്ങളുടെ വികാരി അച്ഛനെയും കൊച്ചച്ഛനെയും അങ്ങേ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആഗമനകാലത്തിൻ്റെ അരൂപിയിലും വിശുദ്ധിയിലും ജീവിച്ചുകൊണ്ട് ദൈവജനത്തെ അടിയുറച്ച വിശ്വാസത്തിലും വിശുദ്ധിയിലും നയിക്കുവാനുള്ള വരദാനങ്ങളാൽ നിറയ്ക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകപാലകനായ ദൈവമേ, എല്ലാ യുവജനങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ ആകർഷണ രീതികളിൽപ്പെട്ടവരെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്നവരെയും അങ്ങ് തൊട്ട് സുഖപ്പെടുത്തണമേ. എന്നും പരിപൂർണ സന്തോഷം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നവരായി ഞങ്ങളുടെ യുവതലമുറയെ മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹപിതാവായ ദൈവമേ, ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായി അണിഞ്ഞിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ്റെ വരവിനായി ഒരുങ്ങുന്ന ഈ ആഗമന കാലത്തിൽ തിന്മയുടെ മാർഗങ്ങൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിച്ച് ഒരുക്കമുള്ളവരായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല ജനപദങ്ങളെയും പരിപാലിക്കുന്ന നല്ല ദൈവമേ, അനുദിന ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള ക്ലേശങ്ങളുടെയും രോഗങ്ങളുടെയും തകർച്ചകളുടെയും നീങ്ങേണ്ടി വരുന്നവർക്ക് അതിൻ്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയുവാനും അവയെ പ്രതി ദൈവത്തെ സ്തുതിക്കുവാനുമുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവന്റെ ഉറവിടമായ ദൈവമേ, മരണത്തെയോ അനന്തര ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കാൻ തയ്യാറാകാതെ ജീവിക്കുന്നവർക്ക് മരണത്തെപ്പറ്റിയുള്ള സജീവ ചിന്ത വഴി അനുതാപവും മരണം മൂലം ഞങ്ങളിൽ നിന്ന് അങ്ങേ പക്കലേക്ക് യാത്രയായ എല്ലാ ആത്മാക്കൾക്കും നിത്യസൗഭാഗ്യവും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.
സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് എല്ലാവരെയും രക്ഷിക്കുകയും ആരും തന്നെ നശിച്ചു പോകരുതെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ പ്രാർത്ഥനകൾ അങ്ങ് ശ്രവിക്കണമേ. സമാധാനപൂർണമായ അങ്ങേ പരിപാലനത്താൽ ലോകഗതി നയിക്കപ്പെടുവാനും അങ്ങേ സഭ പ്രശാന്തമായ ഭക്തിയാൽ സന്തോഷിക്കുവാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, താഴ്മയോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാര ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കന്യകയായ ദൈവമാതാവിൻ്റെയും വിശുദ്ധ ഔസേപ്പിൻ്റെയും മാധ്യസ്ഥ സഹായത്താൽ ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങേ കൃപയിലും സമാധാനത്തിലും സുസ്ഥിരമായി നിലനിർത്തട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ
ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാ ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എന്നുമെന്നേരവും ഭക്തിയോടങ്ങേക്കു നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താമാമല വേദിയിൽ മാനുഷ പാപങ്ങളേന്തി മൃത്യു വരിച്ച നാഥ, താവക മൃത്യു പ്രഖ്യാപനം ചെയ്തു മേവിടുമീ ജനം ആർത്തഭക്തിയാ. തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരത് ഉദ്ഘോഷിക്കുന്നു. നിൻവര പ്രത്യാശയോടിവർ എന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാൽ ആമോദ വായ്പോടെ വാഴുമാ സ്വർഗീയ ഗായക മാലാഖമാ, ദിവ്യപ്രതാപവാ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോട് ഒന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മതിയും പിണ്ടലവും അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയമുള്ളവരെ, ഭക്തിപൂർവം നമുക്കൊന്ന് കരങ്ങൾ കൂപ്പാം, ഒരു നിമിഷം ഒന്ന് കണ്ണുകളടക്കാം. ദൈവത്തിന്റെ തിരുസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ഈശോ നമ്മോട് ചോദിക്കുന്നതാണ്, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? എൻ്റെ ഉള്ളിലെ സ്നേഹം, എൻ്റെ ഉള്ളിലെ നന്മകൾ, എൻ്റെ കുടുംബത്തിലെ നന്മകൾ എന്തോരം ഉണ്ടെന്നുള്ളൊരു ചോദ്യമാണ്. ദൈവത്തെ കൊടുക്കാൻ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കൾക്ക്, എൻ്റെ ജീവിത പങ്കാളിക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് ദൈവത്തെ കൊടുക്കാൻ, നന്മ കൊടുക്കാനായിട്ടുള്ള കൃപ തരണേ. എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ഭവനമായി ഒന്ന് മാറട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വിധത്തിലുള്ള തിന്മകളുടെ ശക്തികളുണ്ടെങ്കിൽ അവയിൽ നിന്നെല്ലാം മോചിപ്പിക്കണേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിനാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭ അങ്ങ് ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കളത്തുപറമ്പിൽ മെത്രാപ്പോലിത്തയോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസികളോടുമൊപ്പം സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവരെ ഓർത്ത് നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. വേർപിരിഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഉപകാരികർ, സുഹൃത്തുക്കൾ, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കാം. അതോടൊപ്പം തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ആരും പോലും ഇല്ലാത്തവരുണ്ട്, അവരെയും ഓർക്കാം. കർത്താവെ, അങ്ങേ കാരുണ്യത്താൽ അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെയും അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസത്തോടെ ഭക്തിയോടെ നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കവേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവ ഭാഗ്യവാന്മാർ. കർത്താവേ, നീയൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്ന് അരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ.
നീ വരുമ്പോൾ എൻ മാനസത്തിൽ ഹൃദയം നിറയെ മണ്ഡപം ദിവ്യ സ്നേഹമേ തിരുഭോജ്യമായി നിറയണമേ ദിവ്യകാരുണ്യമേ തിരുജീവനായി പടരണമേ സ്നേഹമേ ദിവ്യ സ്നേഹമേ നിത്യജീവനായി എന്നിൽ വാഴണേ ദീപമേ സത്യദീപമേ ദിവ്യശോഭയായി എന്നിൽ തെളിയണേ. നാഥാ യേശുനാഥാ ഇഴയാം ഞാൻ കാത്തുനിൽക്കൂ നീറും എൻ്റെ ദുഃഖം നിന്റെ മുന്നിൽ കാഴ്ചയായിടാം. നാഥാ യേശുനാഥാ ഇഴയാം ഞാൻ കാത്തുനിൽപ്പൂ നീറും എൻ്റെ ദുഃഖം നിന്റെ മുന്നിൽ കാഴ്ചയായിടാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടി ഇന്ന് അനുഗ്രഹത്തിൻ്റെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചതും ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതും പ്രിയ ബഹുമാനമുള്ള മനോജ് മരോട്ടിക്കൽ അച്ഛനാണ്. അച്ഛൻ ചാത്യാത്ത് മൗണ്ട് കാർമൽ ഇടവകയിൽ സഹവികാരിയായി സേവനം ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ രൂപം മാത്രമല്ല, മനസ്സും തീക്ഷ്ണതയും ക്രിസ്തുവിനോട് ഒത്തുനിൽക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ദൈവജനത്തിന് ജോലി ചെയ്യുവാൻ, വേല ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ എപ്പോഴും സന്നദ്ധനായ ആഗ്രഹിക്കുന്ന ഒരു വൈദികനാണ്. ഒരുപാട് സ്നേഹത്തോടുകൂടി അച്ഛൻ്റെ ഇന്നത്തെ അത്ര എളുപ്പമല്ല അച്ഛൻ്റെ ഒരു ദിവസം നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരുപാട് സ്നേഹത്തോടുകൂടി അച്ഛൻ ഇന്നത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുകയും ദൈവാനുഗ്രഹങ്ങൾ ശുശ്രൂഷകളിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ദിവ്യബലിക്ക് നേതൃത്വം നൽകിയത് 2, 3, 4 എന്നീ യൂണിറ്റുകളിലെ അംഗങ്ങളാണ്. ഈ യൂണിറ്റുകളിലെ എല്ലാ ഭാരവാഹികളെയും എല്ലാ അംഗങ്ങളെയും ഒരുപാട് സ്നേഹത്തോടുകൂടി ഓർക്കുന്നു. നാളെയും തിരുക്കർമ്മങ്ങൾ വൈകിട്ട് 5:30 തന്നെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി വരുന്നത് ജോർജ് പുന്നക്കാട്ടുശ്ശേരി അച്ഛനാണ്. ഭവനരഹിതർക്ക് എന്ന നിയോഗം നാളെ പ്രത്യേകമായി നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 5, 6, 7 എന്നീ യൂണിറ്റുകളാണ് നാളെ ദിവ്യബലിക്ക് നേതൃത്വം നൽകേണ്ടത് എന്നും ഓർമ്മിപ്പിക്കുന്നു. സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, സ്വർഗീയ കൂദാശകളാൽ പരിപോഷിതരായ ഇവരെ തിരുക്കുടുംബത്തിന്റെ മാതൃക നിരന്തരം അനുകരിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഈ ലോകക്ലേശങ്ങൾക്ക് ശേഷം അവരുടെ നിത്യമായ സഹവാസം ഇവർ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും നിങ്ങൾ ജീവിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നോ ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നോ ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. ഈഴുമാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ആദിമാതാപിതാക്കളെ സൃഷ്ടിക്കുകയും അങ്ങനെ പ്രഥമ കുടുംബത്തെ രൂപപ്പെടുത്തി പറുദീസായിലെ സൗഭാഗ്യങ്ങളാൽ അനുഗ്രഹിക്കുകയും ചെയ്ത സ്നേഹപിതാവേ, അങ്ങയുടെ പരിപാലനയുടെ കരങ്ങളാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കണമെന്ന് കൽപ്പിച്ച ദൈവമേ, ഞങ്ങളുടെ അധ്വാനങ്ങളെ ഫലമണിയിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും നിലനിർത്തണമേ. കുടുംബജീവിതത്തിൻ്റെ മാന്യതയും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ. ഞങ്ങൾ തമ്മിൽ പരസ്പര ധാരണയും വിശ്വസ്തതയും പുലർത്തി നസ്രത്തിലെ തിടുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. നവനാൾ ജപങ്ങൾ. കുടുംബങ്ങളുടെ മധ്യസ്ഥരും മാതൃകയുമായ തിരുക്കുടുംബമേ, ഞങ്ങളിതാ അങ്ങേ തിരുമുൻപിൽ അണഞ്ഞ് ഞങ്ങളുടെ
കുടുംബങ്ങളെ അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു. എല്ലാ സുഹൃതങ്ങളുടെയും വിളനിലമായി തിരുക്കുടുംബത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സ്നേഹവും കൂട്ടായ്മയും ഞങ്ങൾക്ക് പ്രചോദനമരുളട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളും ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹപിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഭദ്രതയ്ക്കും കെട്ടുറപ്പിനുമായി അങ്ങ് മാതൃകയായി തന്നിരിക്കുന്ന നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥ്യം ഞങ്ങൾ ഇപ്പോൾ യാചിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തിരുക്കുടുംബം വഴിയായി തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതയിലും പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിച്ച് മൗനമായി അല്പസമയം പ്രാർത്ഥിക്കാം. ലഹരി മുക്തിക്കായി പ്രത്യേക നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇന്ന്. ഈ കാലഘട്ടത്തിൽ എത്രമാത്രം ഓരോ കുടുംബവും ഓരോ വ്യക്തിയും എല്ലാ മാതാപിതാക്കളും ലഹരിയുടെ സ്വാധീനത്തെ പ്രതി വേദനിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാം. ലഹരിക്ക് അടിമപ്പെട്ടവരെയും തമാശയ്ക്കാണെങ്കിൽ പോലും അത് ഉപയോഗിച്ച് തുടങ്ങുന്നവരെയും പ്രത്യേകം സമർപ്പിക്കാം. ദൈവമേ, മോചനം നൽകണമേ. അങ്ങയുടെ ഇടപെടൽ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശക്തമായി ഉണ്ടാകുവാൻ അങ്ങ് കനിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ തകർത്തെറിയുന്ന, സാമ്പത്തികമായി കടബാധയിലേക്കൊക്കെ തള്ളിവിടുന്ന ഒരു വിപത്താണ് ലഹരി. അവയെല്ലാം ഈ ലോകത്തിൽ നിന്ന്, ഞങ്ങളുടെ പ്രിയ മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് തുടച്ചു നീക്കണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നര വയസ്സുള്ള സാംസൺ പൗലോസ് എന്ന ഒരു കുഞ്ഞിന് വേണ്ടി പ്രത്യേകമായി നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഫിറ്റ്സ് വന്നിരുന്നു, ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും
എന്താണ് രോഗമെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് നല്ല ചികിത്സയിലൂടെ പൂർണ്ണമായും ദൈവത്തിൻ്റെ അങ്ങയുടെ ഇടപെടലിലൂടെ പൂർണ്ണ സൗഖ്യം ആ കുഞ്ഞിന് നൽകണമേ എന്നും ആ മാതാപിതാക്കളെയും കുടുംബത്തെയും ധൈര്യത്തോടെ നിൽക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ഏറ്റുചൊല്ലാം. ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിച്ച ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ തിരുക്കുടുംബത്തിൻ്റെ മാധ്യസ്ഥ്യം വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. സ്നേഹം മാത്രമായ തിരുക്കുടുംബമേ, നിങ്ങളുടെ അധ്വാനവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എന്നും ശക്തമായ തുണയാകട്ടെ. ഞങ്ങളുടെ കഷ്ടതകളിലും പ്രശ്നങ്ങളിലും രോഗങ്ങളിലും എന്നും നിങ്ങളുടെ മാധ്യസ്ഥ്യം യാചിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ണീശോയെ പോലെ മാതാപിതാക്കൾക്ക് വിധേയരായി വർത്തിക്കുവാൻ അനുഗ്രഹിക്കണമേ. അധ്വാനത്തിലൂടെ തിരുക്കുടുംബത്തെ പോറ്റി വളർത്തിയ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ അധ്വാനങ്ങൾ ഫലമണിയുവാൻ അങ്ങ് സഹായിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ ആവശ്യം അറിഞ്ഞ് ആ കുടുംബത്തെ സഹായിച്ച പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്നേഹം നഷ്ടപ്പെടാതെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഒരുമയോടെ ദൈവ തിരുമനസ്സനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉണ്ണിയേശു നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടായപ്പോൾ 3 ദിവസം അങ്ങ് അന്വേഷിച്ച് അവിടുത്തെ കണ്ടെത്തിയതുപോലെ പാപത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ എത്രയും വേഗം കുംഭസാരം എന്ന കൂദാശയിലൂടെ ഈശോയെ കണ്ടെത്തുവാനും വചനത്തിൽ അധിഷ്ഠിതമായ ഒരു നല്ല ജീവിതം നയിക്കുവാനും കൃപയരുളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തിരുക്കുടുംബ പാലകനായ വിശുദ്ധ യൗസേപ്പെ, അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്നരുൾ ചെയ്ത പരിശുദ്ധ മറിയമേ, ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ഉണ്ണി മിശിഹായെ, അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും
ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നതുപോലെ ഞങ്ങളുടെ കുഞ്ഞുമക്കളും ഇതുപോലെ വളരുവാനുള്ള കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ബത്ലഹേമിൽ താമസിക്കാൻ ഒരിടം കിട്ടാതെ വലഞ്ഞ് കാലിത്തൊഴുത്തിൽ ലോകരക്ഷകന് അഭയം കണ്ടെത്തിയ തിരുക്കുടുംബമേ, സ്വന്തമായി ഒരു ഭവനമില്ലാതെ വലയുന്ന എല്ലാ കുടുംബങ്ങളെയും നിങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെയെല്ലാം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. മക്കൾ ദൈവത്തിന്റെ ദാനമെന്ന് തിരുവചനത്തിലൂടെ അറിയിച്ച ദൈവമേ, മക്കളില്ലാത്ത ദമ്പതിമാരെയും തിരുക്കുടുംബത്തിന്റെ മാധ്യസ്ഥത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ഒരുമയോടെ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവ തിരുമനസ്സിന് കീഴ്പ്പെട്ട തിരുക്കുടുംബമേ, സമാധാനമില്ലാതെ കലഹിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നിങ്ങളുടെ മാധ്യസ്ഥ്യത്തിൽ ഭരമേൽപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലും ഈശോ നൽകിയ സമാധാനം നിറയുവാൻ പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. തിരുക്കുടുംബത്തിൽ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ സുവിശേഷമായി തീർന്ന യേശുവിനെ പോലെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ക്രിസ്തീയ കുടുംബങ്ങളുടെ മധ്യസ്ഥരും മാതൃകയുമായി അങ്ങ് ഞങ്ങൾക്ക് തിരുക്കുടുംബത്തെ നൽകിയതിന് അങ്ങേയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവരുടെ മാധ്യസ്ഥ്യ സഹായത്താൽ ഞങ്ങൾ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യേശുനാഥന്റെ ഭവനം നീരിതൽ സ്നേഹഭവനം, നീതിമാനാകും ഔസേപിതാവ് ഊറ്റി വളർത്തിയ ഭവനം, മണ്ണിൽ രക്ഷയേക ദൈവം തീർത്ത ഭവനം. കരയും മിഴികൾ തൻ കണ്ണീർ തുടയ്ക്കാൻ കരുണാമയി കാത്തിരിക്കുന്ന ഭവനം. കരയും മിഴികൾ തൻ കണ്ണീർ തുടയ്ക്കാൻ കരുണാമയി കാത്തിരിക്കുന്ന ഭവനം. കരുണയെഴുന്നൊരു കർത്താവിൻ തിരുവചനമിരിക്കുന്ന ഭവനം, മണ്ണിൽ മർത്യനു രക്ഷയായ വചനം പകരും ഭവനം. നമ്മുടെ കുടുംബങ്ങൾക്ക് തിരുക്കുടുംബം വഴിയായി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെപ്പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെപ്പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെപ്പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ആദിയിൽ കുടുംബം സ്ഥാപിച്ച് വിശുദ്ധീകരിച്ച് അങ്ങയുടെ സൃഷ്ടികർമ്മത്തിന്റെ ഭാഗമാക്കിയ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ ലോകമോഹങ്ങളിൽ വീഴാതെ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ അങ്ങയിൽ എന്നും ശരണപ്പെടുവാൻ ഇടവരട്ടെ. ഈ ലോകത്തിൽ അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റിയ യൗസേപിതാവും പരിശുദ്ധ മറിയവും ഉണ്ണിമിശിഹായും ചേർന്ന കുടുംബത്തെ പോലെ ഞങ്ങളും അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ കൃപ തരണമേ. അങ്ങനെ എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് സ്വർഗത്തിൽ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാനും നന്ദി പറയുവാനും തിരുമനസ്സാകണമേ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നലെ കാഴ്ചവയ്പ് വെച്ചത് 41, 42, 1 യൂണിറ്റുകളാണ്. അവരുടെ കാഴ്ചവയ്പിൽ നിന്ന് ലഭിച്ചത് 3510 രൂപ.
രക്ഷകവാടം തുറക്കും. രക്ഷകരാമോസ്തിയേ ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥ. മനസ്സിൻ മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിയും നാഥ. ഒരുമിച്ച് വിശ്വാസത്തോടെ അരികിൽ വരും സുഖമായിടും എൻ്റെ ഉള്ളം. രണ്ട് കരങ്ങളും കർത്താവിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. അരികിൽ വരേണേ, എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കാം. ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും ഈശോയെ അങ്ങയുടെ സ്നേഹവും കരുതലും ഒന്ന് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, ഈശോനാഥൻ നമ്മെ പഠിപ്പിച്ചത് സ്നേഹം ത്യാഗമാണെന്ന്. ഈശോ നമ്മെ പഠിപ്പിക്കുന്നതിനെ നമ്മളറിയാം. നമ്മുടെ കുടുംബത്തില് ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കുന്നു, നമ്മുടെ സമയം മാറ്റിവെക്കുന്നു, നമ്മുടെ ചില സ്വഭാവങ്ങൾ പോലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ ചില സമയത്ത് പോകാറുണ്ട്. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ കൊടുക്കുന്ന ഒരു വിലയാണത്. ഒരുപക്ഷെ എനിക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങേണ്ട ഒരു സമയത്ത് ഞാൻ പണിയെടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ, ഞാൻ അടുക്കളയിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ, അത് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മുറിച്ച് പങ്കിടുന്നില്ല. ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചത് അത് തന്നെയാണ്. സ്നേഹം എന്നത് ത്യാഗമാണ്, പങ്കുവയ്ക്കലാണ്. കർത്താവെ, പങ്കുവയ്ക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. സ്നേഹം ത്യാഗമെന്നോദീ കുരിശിൽ മരിച്ചൊരു നാഥ. ഏറ്റുപാടാം. സ്നേഹം കുരിശിൽ മരിച്ചൊരു നാഥ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഈശോയേ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയമുള്ളവരെ, ഈ ആരാധനയുടെ
പ്രാർത്ഥനയുടെ സമയം. അല്പനേരം ഒന്നിരിക്കാം. ചെറിയൊരു ചിന്ത മാത്രം നിങ്ങൾക്ക് നൽകുകയാണ്. ചെറിയൊരു ചിന്ത, അത് ഇത്രമാത്രമേ ഉള്ളൂ. യാക്കോബ് സ്വന്തം ഭവനത്തിൽ നിന്ന്, നാട്ടിൽ നിന്ന് പേടിച്ച് ഓടേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. കാരണം തൻ്റെ സഹോദരനെ പറ്റിച്ച് കടിഞ്ഞൂലവകാശം സ്വന്തമാക്കി, പക്ഷെ പേടിച്ച് ഓടുകയാണ്. ഓടുന്ന സമയത്ത് അവനൊരു പെരുവഴിയിൽ തളർന്നു വീണ് അവിടെ കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങുന്നു. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കല്ലെടുത്ത് അവൻ തലയ്ക്കൽ വെച്ചു. ഒരു കല്ല് തലയിൽ വെച്ചിട്ട് അതിൽ കിടന്ന് തലയിണയായിട്ട് ഉപയോഗിച്ചാണ് കിടന്നുറങ്ങുന്നത്. പക്ഷേ ഈ ഉറക്കം വളരെ ഫേമസ് ആയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലൊരു ഉറക്കമാണ്. കാരണം വേറൊന്നുമല്ല, അതിൽ അവനൊരു സ്വപ്നം കണ്ടു എന്നാ പറയണേ. ആ ഒരു ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടത് ഇപ്രകാരമാണ്: ഒരു ഗോവണി, അത് ഭൂമിയെയും ആകാശത്തെയും തൊട്ടു നിൽക്കുകയാണ്. ഈ ഗോവണിയിലൂടെ മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതും അവൻ കണ്ടു. ഈ ഗോവണിയിലൂടെ മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതും അവൻ കണ്ടു. അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ദൈവത്തോട് മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഇത് ദൈവത്തിന്റെ സ്ഥലമാണ്, ദൈവത്തിന്റെ ഇടമാണ്. എന്നിട്ട് അവൻ ആ സ്ഥലത്തിന് ഒരു പേരിട്ടു. ആ സ്ഥലത്തിന്റെ പേരാണ് ബഥേൽ. ബഥേൽ എന്ന പേരിട്ടു. ബഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭവനം എന്നാണ്. ബഥേൽ എന്ന വാക്കിന്റെ അർത്ഥം. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇതാണ്: ഒരു പെരുവഴിയിൽ കിടന്നുറങ്ങിയ ഒരുത്തന്, വെറൊരു കല്ല് മാത്രം തലയിലെടുത്ത് വെച്ച് കിടന്ന ഉറങ്ങിയ ഒരുത്തന് ആ ഒരു സ്ഥലം ദൈവത്തിന്റെ ഭവനമായിട്ട് തോന്നിയെങ്കിൽ, നമ്മുടെയൊക്കെ വീടിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. എൻ്റെ വീട്, എൻ്റെ കുടുംബം ദൈവത്തിന്റെ ഭവനമാണോ ബഥേലാണോ എന്ന് ഈ ഒരൊറ്റ ചിന്ത ഒന്ന് മനസ്സിലൊന്ന് കൊണ്ടുവരാൻ നോക്കുക. എൻ്റെ കുടുംബം ദൈവത്തിന്റെ ഭവനമാണോ? ദൈവത്തിന് നിരക്കുന്നത് തന്നെയാണോ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുന്നത്? എവിടെയൊക്കെയാണ് എൻ്റെ കുടുംബത്തിൽ പാളിച്ചകൾ വരുന്നത്? എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമല്ലാത്ത എന്തൊക്കെ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്? എൻ്റെ ജീവിത പങ്കാളിയുടേതോ എൻ്റേതോ എൻ്റെ മക്കളുടെയോ അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെയോ പൂർവികരുടെയോ പാപങ്ങളുണ്ടോ? നമ്മൾ മാപ്പപേക്ഷിക്കാം, കർത്താവ് ക്ഷമിക്കും. എല്ലാ കറകളും കർത്താവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കും. ഈ ആരാധനയുടെ നിമിഷം ഈശോയെ, എൻ്റെ കുടുംബത്തെ അങ്ങയുടെ ഭവനമാക്കി, ബഥേലാക്കി മാറ്റണേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈശോയെ ഒന്ന് ആരാധിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. വലിയ വിശ്വാസത്തോടെ ഈശോ നമ്മെ താങ്ങിക്കോളും. നമ്മുടെ കുറവുകൾ മുഴുവൻ അവൻ നേരെയാക്കും, നിറവുകളാക്കി മാറ്റും. ആ ഒരു വലിയ ബോധ്യം ഉണ്ടാവട്ടെ. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് എന്നും അത്ഭുതം പ്രവർത്തിക്കും. അവൻ ചോദിക്കുന്നുണ്ടല്ലോ, നീ വിശ്വസിക്കുന്നുവോ? കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. സഖ്യവൂസ് പറയുന്നു, കർത്താവേ, നീ എന്റെ ഭവനത്തിൽ വരുക. അവൻ ചെല്ലുന്നുണ്ട്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ നാളത്തേക്ക് അവൻ ഒരിക്കലും മാറ്റി വെക്കുന്നില്ല. നാളെ അല്ലെങ്കിൽ നീ ശരിയാവും, അല്ലെങ്കിൽ നീ ഓക്കെ ആയിക്കോളൂ എന്നല്ല പറഞ്ഞത്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ഭവനത്തിലും ഇന്ന് രക്ഷ കൈവരണം. ആ ഒരു ബോധ്യത്തോടെ, അത്രയും തീക്ഷ്ണതയോടുകൂടെ, കർത്താവിന്റെ തീക്ഷ്ണതയാൽ ഈ നിമിഷം ഒന്ന് ജ്വലിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ കൃപ തരണം. എല്ലാവിധ പാപത്തിന്റെ മേഖലകളിൽ നിന്നൊന്ന് വിടുതൽ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരുടെ ഈ നിമിഷം ഉണ്ടാകും എന്നുള്ള ബോധ്യത്തോടൊന്ന് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരും ഞങ്ങളെ കൂടെ ഉണ്ടാവണേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. മാലാഖമാരെ കൂടെ ഉണ്ടാവണേ, പരിശുദ്ധ അമ്മയെ കൂടെ ഉണ്ടാവണമേ, ഔസപിതാവെ കൂടെ ഉണ്ടാവണേ എന്നൊന്ന് പ്രാർത്ഥിക്കാം. ആരാധനയുടെ നിമിഷം നിങ്ങളോടൊപ്പം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വിശുദ്ധരൊക്കെ ഉണ്ട്. വലിയ വിശ്വാസത്തോടെ ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ കുടുംബത്തെ അങ്ങ് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാവുന്ന ഈരടികൾ നമുക്കൊന്ന് ഏറ്റുപാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുനാഥ, ഒരു ശിശുവായി എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ. എൻ പാപമേതും മായിച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ വന്നേരമെൻ കണ്ണീരുവേഗം ആനന്ദമായി. ഒന്നൊരിക്കൽ കൂടി പാടിയേ. ആത്മാവിൽ ഉറക്കെ പാടാം. ഈശോനോടാ നമ്മൾ പ്രാർത്ഥിക്കണേ.
വാഴ്ത്തിപ്പാടാം ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം ആത്മനാദാന നിന്നിൽ ചേരണം എൻ മനസ്സിൽ പ്രിയമുള്ളവരെ, രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈശോനെ സ്വതന്ത്രമായി ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഒന്ന് ഉറക്കെ, കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉറക്കെ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കാം. കർത്താവ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അത്ഭുതങ്ങൾ ചൊരിയട്ടെ. കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിരക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും പാപക്കറകളോ ബന്ധനങ്ങളോ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ആകുലതകൾ, രോഗാവസ്ഥകൾ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നിയോഗങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. കർത്താവിന്റെ സംരക്ഷണം ഉണ്ടാവട്ടെ അവരുടെ മേൽ. ഈശോയെ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണേ. എന്റെ ജീവിത പങ്കാളിയുടെ സ്വഭാവം, പ്രത്യേകിച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആരെങ്കിലുമൊക്കെ എന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, മാതാപിതാക്കളോ മക്കളോ അല്ലെങ്കിൽ ജീവിത പങ്കാളി ഉണ്ടെങ്കിൽ അവയിൽ നിന്നെല്ലാം മോചനം നൽകണേ. കർത്താവെ അവരെ വിശുദ്ധീകരിക്കണേ, തിരുരക്തത്താൽ കഴുകണേ എന്ന് പ്രാർത്ഥിക്കാം. സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളുടെ സ്വഭാവ രീതി നന്നാവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നിന്നിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. നമുക്ക് മുട്ടുകുത്താം. കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് കരങ്ങൾ കൂപ്പാം. ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി ഒന്ന് നോക്കാം. ഈശോയിലേക്ക് മാത്രം ഒന്ന് നോക്കാം. നമുക്ക് ഒരുമിച്ച് ഏറ്റുപാടാം. യേശു നീ യേശുവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ യേശു മാത്രം കർത്താവെന്ന്. മരണത്തെ ജയിച്ചെഴുന്നേറ്റവനാണ് കർത്താവ്. ഓർക്കേണ്ട ഒരു കാര്യം, നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഒരു അവസാനമായിട്ടാണ് നമ്മളെപ്പോഴും കാണുന്നത്. ഇതിനപ്പുറത്തേക്ക് അവനൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചിന്ത. പക്ഷേ മരണത്തെ പോലും തോൽപ്പിച്ചവൻ എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒന്നിനും അവസാനമില്ല. കർത്താവ് എനിക്ക് പ്രത്യാശയുടെ വഴി തുറന്നു തരും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വാതിലുകൾ അടഞ്ഞു കിടക്കുകയാണ്, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ ഈശോയ്ക്ക് വഴി കാണിച്ചു തരാൻ സാധിക്കും. കർത്താവെ നിന്നിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ച് ഒരിക്കൽ കൂടി ഈ ഗാനം ഒന്ന് ഏറ്റുപാടാം. രണ്ട് കരങ്ങളും കർത്താവിലേക്ക് ഒന്ന് നീട്ടിപ്പിടിക്കാം. യേശുവേ യേശുവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം. നമ്മുടെ കുടുംബത്തെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഇടതുകരം ഒന്ന് നെഞ്ചോട് ചേർത്ത് വെക്കാം. വലതുകരം കർത്താവിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വലതുകരം കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഒന്ന് ഏറ്റു ചൊല്ലാം. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങേ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ രാജാവായിരിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. പരിശ്രമങ്ങളെ ആശീർവദിക്കണമേ. സന്തോഷങ്ങളെ ശുദ്ധീകരിക്കണമേ. സങ്കടങ്ങൾ
സങ്കടങ്ങളിൽ ആശ്വാസം നൽകണേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ കൽപ്പനകൾ ലംഘിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും അകന്നിരിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ. മരിച്ചു പോയിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നിത്യ സൗഭാഗ്യം നൽകണമേ. ആമേൻ. ഈശോ നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഏതൊക്കെ നിയോഗത്തിന് വേണ്ടിയാണോ നമ്മൾ ഇന്ന് ബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചത്, നൊവേനയിലൂടെ അച്ഛൻ പറഞ്ഞ നിയോഗങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അതോർക്കാം. ആരാധന നിമിഷം ചങ്കുപൊട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എല്ലാം ഈശോയിലേക്കൊന്ന് ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഈ നിമിഷം അനുഗ്രഹിക്കട്ടെ. വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ യേശുവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. ശിരസ്സ് നമിക്കാം. എല്ലാം പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ, അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. ജീവനേ സ്നേഹമേ, അങ്ങേ മാർവിൽ ചായുന്നു ഞാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മെ അനുഗ്രഹിച്ച തിരുക്കുടുംബത്തിന് നന്ദി പറയാം. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് വലിയ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പാടാം. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഉറക്കെ പാടാം. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പള്ളിയിൽ വാണരോളം തിരുക്കുടുംബം സൽക്കുടുംബം സന്നിധാനത്തിൽ ശാന്തി നേടി പോകുന്നു സർവരും ഭീതി പാടി. ശാന്തി നികേതനം ഈ കുടുംബം, ശക്തി നികേതനം ഈ കുടുംബം.
നിലകൊള്ളുമെന്നാളും ഈ കുടുംബം. ചിറ്റൂർ പള്ളിയിൽ വാണരുളും തിരുക്കുടുംബം, സൽക്കുടുംബം, തിരുസന്നിധാനത്തിൽ ശാന്തി നേടി പോകുന്നു സർവ